നമസ്കാരം സുഹൃത്തുക്കളെ, അസീം താന്നുര എനിക്ക് കയല. ഈ വീഡിയോസ് ഫുള്ളും നിങ്ങൾ കാണണം. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ അറിയിക്കണം. ഇത് ബീഹാറിലോ ഉത്തർപ്രദേശിലോ അല്ല, ഇത് കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റിൻ്റെ ഭാഗത്താണ് ഈ കാണുന്ന മാലിന്യങ്ങൾ. ഞാൻ ഒരുപാട് ഭാഗങ്ങൾ കണ്ടിന്. ഇത്രയും മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്ന ഒരു നാടും ഒരു ഭാഗ്യം ഞാൻ കണ്ടിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. സുഹൃത്തുക്കളെ, ഇവിടെ UP സ്കൂളുണ്ട്, കുട്ടികൾ പഠിക്കുന്ന, അവർ പോകുന്ന വഴിയാണിത്. പിന്നെ ഒരു വനിതാ ഹോട്ടലുണ്ട്, അതുപോലെ ഒരു മീൻ മാർക്കറ്റ് ഉണ്ട്. ഈ ഭാഗത്താണ് ഈ വേസ്റ്റ് നമ്മളെ വീട്ടിൽ വന്നിട്ട് 50 രൂപ കൊടുത്ത് വാങ്ങിക്കൊണ്ടുവന്ന വേസ്റ്റ് മാസം മാസം കൊണ്ടുപോയി ഇടുന്ന ഒരു ഭാഗമാണ്. ഇത് ടൗണിൻ്റെ മേഖലയാണിത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വീണ ജോർജ് മേഡം ഈ വിഷയത്തിലൊന്ന് ഇടപെടണം. ഇത് മാലിന്യങ്ങളും കൊണ്ട് ഈ പരിസരവാസികൾ മാരകമായ രോഗത്തിന് അടിമകളാവും. മുനിസിപ്പാലിറ്റിൻ്റെ ഭാഗമാണിത്. ജനൽ തുറന്നു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാർ കാണുന്ന ഈ മാലിന്യങ്ങളാണ്. ഇതാണ് നമ്മളെ കേരളത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്ന കാര്യങ്ങൾ. ആ വനിതാ ഹോട്ടലിൻ്റെ ബാക്ക് സൈഡാണ് കാണിക്കുന്നത്. എന്താ മാലിന്യങ്ങൾ! ഇവിടെ നിന്നല്ല നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്. ഇതിൻ്റെ അടുത്ത് ഈ വനിതാ ഹോട്ടലിൽ വെള്ളം എടുക്കുന്ന ഒരു കിണറിൻ്റെ അടുത്ത് കാണാം നമുക്കിതിൻ്റെ ബേക്കിൽ. ഇവിടെ നിന്നൊക്കെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ രോഗം ഒഴിഞ്ഞു മാറും. പിന്നെ ഇതിൻ്റെ മേൽഭാഗത്ത് ഫുള്ള് വേസ്റ്റാണ്. വനിതാ ഹോട്ടലിൻ്റെ മേൽഭാഗത്ത് ഫുള്ള് വേസ്റ്റാണ്. വീട്ടിൽ വന്ന് നിങ്ങൾ ഈ വേസ്റ്റും കവറുകളെല്ലാം വാങ്ങിക്കൊണ്ടിട്ട് ടൗൺ മേഖലയിൽ ഇടരുത്. അത് ആൾ താമസമില്ലാത്ത മേഖല എവിടെയാണ് അത് കണ്ടെത്തിയിട്ട് മുനിസിപ്പാലിറ്റി അവിടെ കൊണ്ടുപോയിടണം. എന്നിട്ടിപ്പോൾ മനുഷ്യന്മാർക്ക് ശല്യം ഉണ്ടാവില്ല. അത് നിങ്ങൾ അവിടെ ഇട്ടുകൊണ്ട് നശിപ്പിക്കണം. ഇവിടെ ഒരു മീൻ മാർക്കറ്റ് ഉണ്ട്. ഒരുപാട് കച്ചവടക്കാരുണ്ടായ ഭാഗമാണ്. ഈ കാരണം കൊണ്ട് എല്ലാവരും ഒഴിഞ്ഞുപോയി. ഈ സ്മെല്ല് കാരണം, വേസ്റ്റ് കാരണം. ഇപ്പോൾ ആകെ ഒരു വ്യക്തിയാണുള്ളത്. പരപ്പനങ്ങാടി ഭാഗത്ത് മാർക്കറ്റ് എന്ന് പറഞ്ഞ സംഗതി ഇല്ല. മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുപയോഗത്തിനുള്ള എല്ലാ സാധനവും മാർക്കറ്റിൽ നിന്ന് കിട്ടണം. പച്ചക്കറി ആയാലും ഇറച്ചി ആയാലും മീനായാലും അതാണ് മാർക്കറ്റ്. ഇത് പൊതുജനങ്ങൾ പരപ്പനങ്ങാടിക്കാരും ചുറ്റിപ്പടിക്കാരും മനസ്സിലാക്കണം ഈ വിഷയങ്ങളെല്ലാം. സ്വീകരിക്കുന്ന സുഹൃത്തുക്കളെ എല്ലാ കാര്യത്തിനും എല്ലാവരും. സുഹൃത്തുക്കളെ, കിണറാണ് ഞാൻ കാണിച്ചത്. ഈ കിണറ്റിൽ നിന്നാണ് കുടിവെള്ളം എടുക്കൽ ഹോട്ടൽക്കാരും മറ്റുള്ളവർ. അടുത്താണ് ഈ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നത്. എത്ര ആരോഗ്യ പ്രശ്നം ഉണ്ടാവും. ആരോഗ്യ ഉദ്യോഗസ്ഥന്മാർ കാണണം ഇത്. കേരളത്തിലെ ആരോഗ്യ ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും കാണണം ഈ വിഷയം. പരപ്പനങ്ങാടി ചുറ്റിപ്പടിയുള്ള വാർഡ് മെമ്പർമാരെല്ലാം കാണണം വിഷയം. നാട്ടുകാർ കാണണം. നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയണം. അസീം താന്നൂർ ഇങ്ങനത്തെ കാര്യത്തിനുള്ള വളരെ കർശനമായിട്ട് നിലപാട് സ്വീകരിക്കുന്നവരാണ്. ഈ വേസ്റ്റിൻ്റെ കാരണത്തിൽ വെച്ചാൽ നമ്മളിത് മരിച്ചതിന് ശേഷം അടുത്ത തലമുറകൾക്ക് കൈമാറി കൊടുക്കാനുള്ള ഈ നാടുകൾ, അപ്പോൾ അവർക്ക് ജീവിക്കാൻ പറ്റാത്ത രൂപത്തിലാവും ഈ മാലിന്യങ്ങൾ കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ. ഹെൽത്ത് ഉദ്യോഗസ്ഥന്മാർ ഹോട്ടലിൽ കയറുന്നു, ഫാസ്റ്റ് ഫുഡിൽ കയറുന്നു. അവിടെ എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ അവർക്ക് 5000-8000 രൂപ ഫൈൻ കൊടുക്കുന്നു. ഇത് നിങ്ങൾ കാണുന്നില്ലേ? അതുപോലെ ചില കടകളിൽ കയറി കഴിഞ്ഞാൽ കവറിൽ സാധനം കൊടുത്താൽ സാധനം കൊടുത്ത കാരണം കൊണ്ട് കടക്കാർക്ക് 4000-5000 രൂപ ഫൈൻ കൊടുക്കുന്നു. ഇത് കേരളത്തിലാണ് ഈ കാണുന്നത്. വീഡിയോ നിർത്തുന്നത്. ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്തു. ഗുഡ് ബൈ.